ഹായ് ഫ്രണ്ട്സ്, ഞാൻ റെഡി ചെയ്യാൻ പോകുന്നത് ഈ പുതിയ വർഷം നിങ്ങളിലേക്ക് എന്ത് അനുഗ്രഹങ്ങളൊക്കെയാണോ വരുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു റെഡിയാണ്. പിന്നെ പലരും പറയുന്ന ക്ലാരിറ്റി ഇല്ല, ചില സമയങ്ങളിൽ സ്പിരിച്വൽ ജേണിയിലായത് കാരണം പലതരത്തിലുള്ള ഇമോഷൻസുകൾ നമ്മളുടെ ഉള്ളിലുണ്ടാകും. പ്രശ്നമുണ്ട്. കഴിവതും പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ റെഡി ചെയ്യാറുള്ളത്. ചിലപ്പം നമുക്ക് പല പ്രശ്നങ്ങൾ ബോഡി പരമായ പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാകും. അപ്പോൾ നമുക്ക് സൗണ്ടിന് പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പം ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമുക്ക് മാനസികമായും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം നല്ല എനർജി ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് റെഡി ചെയ്യാൻ പറ്റുള്ളൂ. കഴിവതും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ സംസാരത്തിലൊക്കെ സൗണ്ടിനൊക്കെ പല പ്രശ്നങ്ങൾ വരുന്നതും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം പറയില്ല. ഈ എനർജി അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ട്, ഇൻറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ പറയുന്നത്. ആ സമയത്ത് നമുക്ക് വരുന്ന എനർജിയാണ് നമ്മളീ പറയുന്നത്. അല്ലാതെ നമ്മൾ ക്ലാരിറ്റി ചെയ്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് മറ്റുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യാൻ നമുക്കൊരു പറ്റത്തില്ല. നമുക്ക് അന്നേരം വരുന്ന ഇമോഷൻ എന്ത് കാര്യമാണല്ലോ അതാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ പറയുന്നത്. അപ്പം അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ചുമ്മാ നമുക്കിത് ഈ റീഡിങ് ചെയ്യാനൊക്കത്തില്ല. വെറുതെ നമുക്ക് ഇതിനകത്തോട്ട് ഒന്നും പറയാനും ഒക്കത്തില്ല. കാരണം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെയധികം നമ്മുടെ ഇൻറ്റ്യൂഷനിൽ വരുന്നത് മാത്രമാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യവും സംസാരിക്കാറില്ല. ആ സമയത്ത് എന്താണോ പറയാൻ പറ്റുന്നത് അതായിരിക്കും വരുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് മൊത്തം. കാർഡുമായിട്ട് മാച്ചായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതും കാര്യങ്ങളുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണത് റെസിഡൻറ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരിക്കും അവരെ അട്രാക്റ്റ് ചെയ്യുക. നല്ല കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. കൂടുതൽ ഇതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്നേരം അത് പറയും. അതൊക്കെയാണ് ഈ റീഡിങ്ങിനകത്തുള്ളത്. നിങ്ങൾ പല ആൾക്കാരും പറയുന്നത് പല ആൾക്കാരിൽ പല കാര്യങ്ങൾ വരും. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും സത്യമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന പല സത്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ പിന്നീടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും എൻ്റെ അനുഭവത്തിൽ തന്നെ പല റീഡിങ് ചെയ്യുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ നോക്കുന്നത് ഇത് സത്യമുള്ള കാർഡുകളാണ്. അല്ലാതെ ഒരു ഷോയ്ക്ക് വീഡിയോ ചെയ്യുന്ന, ലൈക്ക് കിട്ടാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു കാര്യമല്ല ഈ ടാരോ റീഡിങ് എന്ന് പറയുന്നത്. അത് വളരെയധികം ദൈവികമായ ഒരു എനർജിയാണ്. അത് സാധാരണ ഒരാൾക്ക് ഈ ഒരു റീഡിങ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പം റീഡിങ്ങാണ്. പിന്നെ പൊതുവെ കുറേ വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, പല പ്രോബ്ലംസും ഉണ്ട്. എങ്കിലും അതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് കൂടുതൽ നമ്മുടെ ലൈഫ് പർപ്പസ്, സോൾ പർപ്പസ് എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. അത് എന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ പോസ്റ്റ് ആകത്ത് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. അത് നിങ്ങളിലേക്ക് എത്തേണ്ടത് കൊണ്ട് മാത്രമാണ് അത് ഇതിനകത്ത് പോസ്റ്റ് ആകുന്നത്, നിങ്ങളത് കാണുന്നതും എല്ലാം. അല്ലാതെ വെറുതെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിലീറ്റ് ആയി പോകേണ്ട അവസ്ഥ വരുന്നിട്ടുണ്ട്. എത്രയോ വീഡിയോ അങ്ങനെ പോയിട്ടുണ്ടെന്നറിയാം. പിന്നെ ചിലപ്പോൾ രണ്ടാമത് ഇട്ട് ചിലപ്പം കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും റീഡിങ്ങിലുണ്ട്. അതൊക്കെ നമ്മൾ ദൈവത്തെ അർപ്പിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, പറയാതിരിക്കുക. അതിൻ്റേതായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതൊരു കർമ്മയായിട്ടും വരും. അത് കാരണം അതൊന്നും പറയാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിന് കമൻ്റ് ഇടണ്ട, വിട്ടേക്കാൻ പറയണം. വിട്ടേര് പോയേ, അത്രേ വിചാരിക്കാവുള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു ആക്ടിങ് വീഡിയോ അല്ല ഇത്. അത് ആദ്യം ആൾക്കാർ മനസ്സിലാക്കുക. ഇതുള്ള എനിക്ക് ഈ റീഡിങ്ങിനകത്ത് പറയാനുള്ളത്.
അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം. ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ പ്രകാശമൊക്കെ കുറവായിരിക്കും. പുതിയൊരു വർഷം നിങ്ങളിലേക്ക് വരുന്ന എനർജി എന്തെല്ലാമാണെന്ന് നോക്കാം. അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് ഈ ഒരു പുതിയ വർഷം നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാം? കറക്റ്റ് ആൻസർ. ഈ പുതിയൊരു വർഷം നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന്. പുതിയൊരു വർഷം നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാം? പുതിയൊരു വർഷം നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാം? ബോട്ടം കിട്ടിയിരിക്കുന്നത് വാൻസ് ആണ്. 10 ഓഫ് വാൻസ്. അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള കഷ്ടപ്പാടിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പുതിയ വർഷം നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ റെഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ അധികം കഷ്ടപ്പാടിലും പലതരത്തിലുള്ള ഇമോഷൻസ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ അവസ്ഥയൊക്കെ ഒരു മാറ്റം വരുന്നു. നിങ്ങൾക്ക് മാറ്റം വരുന്നു. കണ്ടോ, ഒരു കപ്പ് വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വരും. അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു യാത്ര പോകാൻ പോകുന്നു. നിങ്ങൾ ആരെയോ കാണാൻ പോകുന്നു. നിങ്ങളിലേക്ക് ആരെയെ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. നല്ലൊരു യാത്ര പോകുന്നു. അതൊരു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനെല്ലാം ഒരു മാറ്റം വരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോ, നിങ്ങൾ എവിടെയോ യാത്ര പോകുന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അമ്പലങ്ങളിലും നിങ്ങളുടെ ജോലി, നിങ്ങൾക്ക് വരുന്ന ജോലി, വിവാഹം, ഇതൊക്കെ ഒരു തുടക്കമായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത്. നിങ്ങൾ അമ്പലങ്ങളിലും നിങ്ങൾ പുണ്യസ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കുക. നിങ്ങൾ ദൈവികമായ പാതയിലൂടെ നിങ്ങൾ പോകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഇതിനകത്തൊരു സ്പിരിച്വൽ പാത്തിലൂടെ ഉള്ള ഒരു യാത്ര നിങ്ങളിലേക്ക് വരുന്നു. അതിലൂടെയാണ് എങ്കിൽ അതിനൊരു ഫുൾഫിൽ വരുന്നുണ്ട്. ഒരു യങ് എനർജി കാണുന്നുണ്ട് ഇതിനകത്ത്. പല ആൾക്കാരും ഈ ജേണി, ടിൻ ഫ്ലെയിം ജേണി അല്ല സ്പിരിച്വൽ ജേണിയിലേക്ക് ഒരു യാത്ര പോകാൻ തുടങ്ങുന്നു. തുടക്കം അങ്ങനെ കാണുന്നുണ്ട്. ഒത്തിരി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡെയിലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെയധികം സങ്കടപ്പെട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. നിങ്ങളുടെ ആ പ്രാർത്ഥനയും നിങ്ങൾ പലതരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന പല അവസ്ഥകളിൽ പോലും നിങ്ങൾ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോകുന്നു. ഇത് കണ്ടോ, ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ടവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പല തരത്തിലുള്ള കർമ്മകൾ റിലീസായി പോകാൻ പോവുകയാണ് എന്നാണ് ഇന്നത്തെ കാണുന്നത്. എല്ലാം പലതരത്തിലുള്ള ഹീലിങ്ങുകൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്നു. അത് തന്നെയല്ല, നിങ്ങളിലേക്ക് ആരെങ്കിലും ശത്രുത ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പല ആൾക്കാരും പല കർമ്മങ്ങളും ചെയ്യാറുണ്ടല്ലോ. അതെല്ലാം നിങ്ങളിൽ നിന്ന് മാറാൻ പോകുന്നു എന്നാണ്. നിങ്ങളിലേക്കൊരു ഹീലിംഗ് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ
വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ്. പണത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പലതരത്തിലുള്ള കർമ്മകൾ റിലീസാവുന്നുണ്ട്. പല പ്രശ്നങ്ങൾ നിങ്ങൾ പഴയ കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കാതെ പുതിയ ഇനിയും ഈ പുതിയ വർഷം തുടങ്ങുമ്പോഴത്തേന് ഈ പഴയതൊന്നും ചിന്തിക്കാതെ പുതിയത് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുക. അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ആ ഇമോഷൻസ്, നിങ്ങളുടെ പഴയ ഇമോഷൻസ് എല്ലാം നിങ്ങൾ റിലീസ് ചെയ്യാനാണ് പറയുന്നത്. ആ കർമ്മങ്ങളെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നല്ല അബണ്ടൻസാണ് വരുന്നത്. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാരുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് നടക്കാൻ പോകുന്നു. പിന്നെ നിങ്ങൾ എന്താണോ ഫാഷനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് ഫാഷനാണോ, നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ അതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഈ കാർഡിനകത്ത് കാണിക്കുന്നത്. ഫാമിലിപരമായി നിങ്ങളിലേക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല ഒരു മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ പുറത്ത് എബ്രോഡ് ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ജോലി കാര്യത്തിനെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ സാധിക്കാൻ പോകുന്നു. നല്ല അബണ്ടൻസുകൾ വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായാലും അതിന് നല്ല ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്നു. ആ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ പഠന കാര്യങ്ങളിലും എല്ലാം വളരെയധികം മാറ്റം വരാൻ പോകുന്നു. നല്ലൊരു വിജയം, അവൾക്ക് പരീക്ഷ എഴുതി നല്ലൊരു വിജയം കിട്ടാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളൊരു ക്യൂവിൻ്റെ എനർജിയിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന അത് തന്നെയാണ്. നിങ്ങളിലേക്ക് അത്രയും നല്ല അബണ്ടൻസുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ഈ പുതിയ വർഷങ്ങളിൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ വയ്യാഴികളോ എങ്കിൽ അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഈ പുതിയ വർഷം അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്കുള്ള ഗോഡസ് മെസ്സേജ്: നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. നിങ്ങൾ സ്പിരിച്വലി ആയിട്ട് നിങ്ങൾ നല്ല പ്രോഗ്രസ് ചെയ്യുക. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുക. നിങ്ങൾ ഒരു മടിയും കൂടാതെ നിർവർക്കുകൾ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ദൈവികമായ ഒരു വഴി കൂടെ നിങ്ങൾ പോകുക എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെയധികം സ്ട്രെങ്തായ ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളത് തുടർന്ന് പോകുക എന്നാണ് പറയുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ വളരെയധികം സ്ട്രെങ്തായുള്ള വ്യക്തികളാണ് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർ. അപ്പം നിങ്ങളിലേക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ